പുരുഷന്മാർക്ക് ആഴ്ചയിൽ 2 കുപ്പി മദ്യം സൗജന്യമായി നൽകണമെന്ന വിചിത്ര ആവശ്യം കർണാടക നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് MLA മാർ. JDSന്റെ MLA ആയ MD കൃഷ്ണപ്പയാണ് കർണാടക നിയമസഭയിൽ ഈ വിചിത്രമായ ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് മാസം 2000 രൂപയും സൗജന്യ ബസ് യാത്രയുമായി നൽകുന്നതിൽ പുരുഷന്മാർക്കായി എല്ലാ ആഴ്ചയിലും 2 കുപ്പി മദ്യമെങ്കിലും സൗജന്യമായി നൽകണമെന്നായിരുന്നു കൃഷ്ണപ്പയുടെ ഒരു ആവശ്യമായി വന്നിരിക്കുന്നത്. സ്ത്രീകൾക്ക് നിങ്ങൾ മാസം 2000 രൂപ നൽകുന്നുണ്ട്, സൗജന്യ വൈദ്യുതിയും ബസ് യാത്രയും നൽകുന്നു. അതെല്ലാം നമ്മുടെ പണം തന്നെയാണ്. അതുകൊണ്ട് കുടിക്കുന്നവർക്ക് ഓരോ ആഴ്ചയിലും 2 കുപ്പി മദ്യം സൗജന്യമായി നൽകണം. അവർ കുടിക്കട്ടെ. പുരുഷന്മാർക്ക് എങ്ങനെ എല്ലാ മാസവും പണം നൽകാനാവും? അതിനു പകരം അവർക്ക് ആഴ്ചയിൽ 2 കുപ്പി മദ്യം നൽകുക. അതിലെന്താണ് തെറ്റ്? ഇത് സർക്കാരിന് സൊസൈറ്റികളിലൂടെ നൽകുകയും ചെയ്യാം. കൃഷ്ണപ്പ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണിത്. കൃഷ്ണപ്പയുടെ വിചിത്രമായ ആവശ്യത്തിനെതിരെ കോൺഗ്രസ് അംഗങ്ങളും സ്പീക്കറും തുറന്നടിച്ചിട്ടുണ്ട്. കൃഷ്ണപ്പയും പാർട്ടിയും തെരഞ്ഞെടുപ്പിൽ ജയിച്ച് സർക്കാർ രൂപവത്കരിച്ച ശേഷം ഇങ്ങനെ ചെയ്യാമെന്നും മദ്യപാനം കുറയ്ക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും മന്ത്രി KJ ജോർജ് പ്രതികരിച്ചിട്ടുണ്ട്. 2 കുപ്പി നൽകാതെ തന്നെ പ്രയാസം അനുഭവിക്കുകയാണെന്നും ഇനി മദ്യം സൗജന്യമായി നൽകിയാൽ എന്താകും സംഭവിക്കുക എന്നുമായിരുന്നു സ്പീക്കർ UT ഖാദറിന്റെ മറുചോദ്യം വന്നത്. അതേസമയം MLA മാരിൽ പലരും മദ്യപിക്കുന്നവരാണെന്നും കൃഷ്ണപ്പ അവകാശപ്പെട്ടു. ഈ പരാമർശവും സഭയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം സമ്മാനിക്കേണ്ട രാഷ്ട്രീയക്കാർ തന്നെ ഇത്തരത്തിൽ അനാരോഗ്യകരമായി മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെയധികം വിചിത്രമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിയമം വന്നാൽ നമ്മുടെ ഓരോ ആൺകുട്ടികളും അല്ലെങ്കിൽ യുവതലമുറയിൽപ്പെടുന്ന പല ആൺകുട്ടികൾ അടക്കം ഇപ്പോൾ ബിവറേജിന് മുന്നിൽ ക്യൂ നിന്ന് മേടിച്ചുകൊണ്ടിരിക്കും. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെയധികം മോശമായ ഒരു കാര്യം തന്നെയാണ്. കാരണം മദ്യലഹരിയിൽ ഇപ്പോഴും ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒന്നായി വരില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു കാര്യവും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല.